ചേക്കുട്ടി ഹാജിയുടെ ശവക്കല്ലറയ്ക്ക് അരികിൽ വന്നിട്ട് ആലസൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്? സ്ഥിരം എന്ന പോലെ, ഉപ്പ, കഴിഞ്ഞ വട്ടം അൻവറാക്ക വന്നപ്പോൾ ഞാനൊരു കോമ്പല്ല ചെമ്പല്ലി കൊടുത്തിരുന്നു. എന്നോടത് നല്ല ചേയുള്ള മീനാണ്, കുറച്ച് വറ്റിക്കണമെന്നും ബാക്കി പൊരിക്കണമെന്നും പറഞ്ഞിരുന്നു. എന്നിട്ടോ? മണ്ണടരുകൾക്കുള്ളിൽ നിന്ന് ചേക്കുട്ടി ഹാജിയുടെ ശബ്ദം ആലസനെ തേടിയെത്തി. എന്നിട്ടെന്താ, ഞാൻ വൈകുന്നേരം അങ്ങാടിക്ക് പോകുമ്പോൾ അതുണ്ട് നമ്മളെ 1-ാം വളവിലെ പുളിമരത്തിൻ്റെ ചോട്ടിൽ ഉറുമ്പരിച്ച് കിടക്കുന്നു. അത്രയും പറഞ്ഞൊപ്പിച്ചപ്പോഴേക്കും ആലസന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൻ്റെ ഖബറിലേക്ക് മകൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഇറ്റു വീണപ്പോൾ ചേക്കുട്ടി ഹാജി മകനെ ആശ്വസിപ്പിച്ചു. എൻ്റെ കുട്ടി കരയണ്ട, ആ മീനിനെ പടച്ചോൻ പടച്ചത് എറുമ്പുകൾക്ക് തിന്നാനാവും. അന്നെക്കൊണ്ട് പടച്ചോൻ അത് ചൂണ്ടയിലിട്ട് പിടിപ്പിച്ചു എന്ന് കരുതിയാൽ മതി. അത് കേട്ടപ്പോൾ ആലസന് ആശ്വാസം തോന്നി. എന്നാലും താൻ ആറ്റുനോറ്റു പിടിച്ച ഒരു കോമ്പല ചെമ്പല്ലി മീൻ അവൻ്റെ ഉള്ളിലെ പൊടിമണ്ണിൽ മരണം വരെയും ഉറുമ്പരിച്ചു കിടന്നു.